നമസ്കാരം. നാളെ ഓഗസ്റ്റ് മാസം 3-ാം തീയതിയാണ്, ഞായറാഴ്ച ദിവസം. നാളത്തെ ദിനം 15 നക്ഷത്രക്കാർക്ക് വളരെയധികം മെച്ചപ്പെട്ട ഫലങ്ങളെ ലഭിക്കുന്ന ഒരു ദിനം തന്നെയായിരിക്കും. കാരണമെന്തെന്നാൽ ലക്ഷ്മി നാരായണ യോഗം രൂപം കൊള്ളുന്ന ഒരു ദിനമാണ്. അപ്പോൾ അതിൻ്റേതായ ഗുണഫലങ്ങൾ ധാരാളമായി വന്നു ചേരും 15 നക്ഷത്രക്കാർക്ക്. നേട്ടങ്ങൾ ഒരുപാടുണ്ടാകുന്നതാണ്. ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതാണ്. ഭാഗ്യത്തിൻ്റെ കടാക്ഷമുണ്ടാകും. ശുഭകരമായ വാർത്തകൾ ശ്രവിക്കാനുള്ള ഭാഗ്യമുണ്ടാകും. ഗൃഹത്തിലേക്ക് ചില പുതുവാഹനങ്ങൾ അല്ലെങ്കിൽ ചില വസ്തുവകകളൊക്കെ വാങ്ങാൻ, ആഡംബരപൂർണ്ണമായൊരു ജീവിതം നയിക്കാനുള്ള ഭാഗ്യവും ഇവിടെ ലക്ഷ്മി നാരായണ യോഗം കൊണ്ട് നിങ്ങൾക്ക് വന്നു ചേരുന്ന ഗുണങ്ങളാണ്. വളരെയധികം മാറ്റം നാളത്തെ ദിവസം തന്നെ ഈ 15 നക്ഷത്രക്കാരിലേക്കും എത്തിച്ചേരുന്നതാണ്. ആ 15 നക്ഷത്രക്കാർ ആരൊക്കെയെന്ന് നോക്കാം. അശ്വതി, ഭരണി, കാർത്തിക വരുന്ന മേട രാശിക്കാരായ മേടം രാശിക്കാരായ ആളുകൾക്ക് കഴിഞ്ഞ സമയങ്ങളിൽ, ഇന്നലെ വരെയുള്ള അല്ലെങ്കിൽ ഇന്ന് വരെയുള്ള ദിനങ്ങളിൽ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന ചില ബുദ്ധിമുട്ടുകളെ കുറിച്ചോർത്ത് വീണ്ടും അതിനെ ഇങ്ങനെ മനനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രീതി ഉണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് ഒഴിവാക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. കഴിഞ്ഞ സമയങ്ങളിൽ അനുഭവിച്ച പ്രശ്നങ്ങളെ വീണ്ടും വർണ്ണിച്ചുകൊണ്ടിരുന്നിട്ട് യാതൊരു അർത്ഥവുമില്ല എന്നതൊന്ന് മനസ്സിലാക്കുക. പണവുമായി ബന്ധപ്പെട്ട ചില പ്രധാന കാര്യങ്ങളൊക്കെ തീരുമാനമാക്കാനുള്ള ഒരു ഭാഗ്യവും സാധ്യതയും നാളത്തെ ദിവസം ഉണ്ടാകുന്നുണ്ട്. കോടതിയുമായി എന്തെങ്കിലും കേസ് തർക്ക വിഷയങ്ങളൊക്കെ നിലനിൽക്കുന്നവരാണെങ്കിലും അനുകൂലമായ വിധി വരാനുള്ള എല്ലാ സാധ്യതകളും തുടർന്ന് ഉണ്ടാകുന്ന സമയം കൂടിയാണ്. അതിന് തുടക്കമാകുന്ന ഒരു ദിനം കൂടിയായിരിക്കും ഓഗസ്റ്റ് 3 ഞായറാഴ്ച ദിവസം. അതേപോലെ തന്നെ പ്രണയിക്കുന്ന ആളുകൾക്കും പ്രണയം വളരെയധികം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാനായി സാധിക്കുന്നതാണ്. വളരെയധികം തിരക്ക് വന്നു ചേരുന്ന ഒരു ദിനമായിരിക്കും. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നാളത്തെ ദിവസം ചെയ്തു തീർക്കാനായിട്ട് ഉണ്ടാകുന്നതാണ്. കൂടാതെ ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു ഫോൺ കോൾ നിങ്ങളെ തേടിയെത്തുന്നതാണ്. അതായത് ആ വ്യക്തിയുമായി സംസാരിക്കണമെന്നും അല്ലെങ്കിൽ അവരിൽ നിന്ന് ചില പ്രധാന വിവരങ്ങളൊക്കെ അറിയണമെന്നും നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ആ വ്യക്തി തന്നെ നിങ്ങളെ നാളെ ഫോൺ വിളിച്ച് സംസാരിക്കുന്നതാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷം ചിലപ്പോൾ അത് നിങ്ങളുടെ സുഹൃത്തായിരിക്കാം, അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്നൊരു അംഗമായിരിക്കാം, അല്ലെങ്കിൽ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ വിവാഹിതരായിട്ട് അകന്നു കഴിയുന്ന ചില ദമ്പതികളായിരിക്കാം. ഏതായാലും മേടം രാശിക്കാരായ ആളുകൾക്ക് നാളത്തെ ദിവസം നിങ്ങൾ ഒരുപാട് നാളുകൾക്ക് ശേഷം കേൾക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിച്ച് കാത്തിരുന്ന ഒരു ഫോൺ കോൾ ലഭിക്കാനുള്ള ഒരു ഭാഗ്യവും അതുവഴി അല്പം സന്തോഷങ്ങളൊക്കെ വന്നു ചേരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. നാളത്തെ ദിനം നിങ്ങൾ ഗോമാതാവിനെ പൂജിക്കുന്നതും അല്ലെങ്കിൽ ഗോമാതാവിന് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം നൽകുന്നത്, പുല്ലാകട്ടെ അല്ലെങ്കിൽ അങ്ങനെ ഏതാകട്ടെ നൽകുന്നതുമൊക്കെ നല്ല ഒരു ഫലത്തെ നിങ്ങൾക്ക് പ്രദാനം ചെയ്യും. ആരോഗ്യകരവും സന്തോഷകരവുമായ ജീവിതം നയിക്കുന്നതിന് സഹായിക്കും. അപ്പോൾ നല്ല ഒരു ഭാഗ്യദിനം തന്നെയാണ്. ലക്ഷ്മി നാരായണ യോഗമൊക്കെ വന്നു ചേരുന്ന ദിനമാണ്. കഴിയുന്നത് നാളെ ദേവീക്ഷേത്ര ദർശനമൊക്കെ നടത്തുന്നതും വളരെ ഉത്തമമായ ഫലത്തെ പ്രദാനം ചെയ്യുന്നതാണ്. മകയിരം, തിരുവാതിര, പുണർദം വരുന്ന മിഥുനം രാശിക്കാരായ ആളുകൾക്ക് നാളത്തെ ദിവസം ആരോഗ്യ പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക് ബാധകമാകുന്നതല്ല. അദൃഢമായ ആരോഗ്യമുണ്ടാകുന്നതാണ്. പണം സമ്പാദിക്കുന്നതിന് നിങ്ങൾക്ക് സാധ്യമാകുന്ന ഒരു ദിവസമാണ്. എങ്കിലും നിങ്ങൾക്ക് സ്വന്തം കഴിവിൽ വളരെയധികം വിശ്വാസം വേണ്ടുന്ന ഒരു ദിനം കൂടിയാണ് നാളെ. ആഭരണങ്ങളോ അല്ലെങ്കിൽ ഗൃഹോപകരണങ്ങളോ ഒക്കെ വീട്ടിലേക്ക് വാങ്ങിക്കാനുള്ള ഒരു പദ്ധതിയും അതിനുള്ളൊരു സാധ്യതയും നാളത്തെ ദിവസം തെളിഞ്ഞു കാണുന്നുണ്ട്. പ്രണയിക്കുന്ന ആളുകൾക്കും വളരെയധികം സന്തോഷിക്കാനുള്ള കാര്യങ്ങളൊക്കെ നാളത്തെ ദിവസം ഉണ്ടാകുന്നതാണ്. പ്രണയം തുടർന്ന് കൊണ്ടുപോകുന്നതിനും സാധ്യമാകുന്ന പല കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്തെങ്കിലുമൊക്കെ ജോലികൾ നിങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ നാളത്തെ ദിവസത്തോടു കൂടി അത് കൃത്യമായി പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. വിവാഹകാര്യവുമായി ബന്ധപ്പെട്ടും ചില പ്രധാന കാര്യങ്ങൾ, ഒരു വഴിത്തിരിവിൻ്റെയൊക്കെ ദിവസം തന്നെയായിരിക്കും നിങ്ങൾക്ക് ഓഗസ്റ്റ് 3 ഞായറാഴ്ച ദിനം. ആകർഷകമായ ഒരു വ്യക്തിത്വം ഉള്ളതിനാൽ തന്നെ അതിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിത്വത്തിനെ പുകഴ്ത്തുന്നതായ പല കാര്യങ്ങളും നാളത്തെ ദിവസം സംഭവിക്കുന്നതാണ്. നാളത്തെ ദിനം സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് അണിഞ്ഞൊരുങ്ങാനുള്ള ചില അവസരങ്ങളൊക്കെ വന്നു ചേരും. ഒരു വിവാഹയാത്രയോ അല്ലെങ്കിൽ സ്വന്തമായി ഗൃഹത്തിലേക്ക് പെണ്ണ് കാണൽ ചടങ്ങോ ഒക്കെ ഉണ്ടാകുന്നതിനാൽ തന്നെ സ്ത്രീകൾക്ക് അണിഞ്ഞൊരുങ്ങാനുള്ള ഒരു അവസരവും
അതിനായി ധാരാളം സമയവും ഒക്കെ നാളത്തെ ദിവസം വന്നു ചേരുന്നതാണ്. നിങ്ങൾ നാളത്തെ ദിവസം കുടുംബക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ ഉത്തമമായ കാര്യമാണ്. അപ്പോൾ ക്ഷേത്ര ദർശനം വെറും കൈയോടെ നടത്തുകയല്ല, അവിടെ ദേവനാണോ ദേവിയാണോ ആർക്കായാലും മഞ്ഞ പുഷ്പങ്ങൾ സമർപ്പിക്കുന്നത് വളരെയധികം ഉത്തമമായ ഫലത്തെ നാളത്തെ ദിവസം നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നതാണ്. ഉത്രം, അത്തം, ചിത്തിര വരുന്ന കന്നി രാശിക്കാരായ ആളുകൾക്ക് നാളെ ഓഗസ്റ്റ് 3 ഞായറാഴ്ച ദിവസം മനസ്സിൻ്റെ ദൃഢതയൊക്കെ മെച്ചപ്പെടുന്ന ഒരു ദിനമായിരിക്കും. സാമ്പത്തികമായി വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാവുകയും ഗൃഹത്തിലേക്ക് ചില സാധനങ്ങളൊക്കെ വാങ്ങുന്നതിനും നാളത്തെ ദിവസം ഇടവരുന്നതാണ്. പങ്കാളിയുമായി അവരുടെ അഭിപ്രായങ്ങളൊക്കെ ആരായുകയും അതനുസരിച്ച് മുന്നോട്ട് പോകാനായി സാധിക്കുന്നതാണ്. അല്പം ക്ഷമ നാളത്തെ ദിവസം വളരെയധികം വേണ്ടുന്ന സമയമാണ്. ചില വിനോദയാത്രകളൊക്കെ നാളത്തെ ദിവസം പോകുന്നതിനും ഭാഗ്യം വന്നു ചേരുന്നതാണ്. അപ്പോൾ സമൂഹത്തിൽ നിങ്ങൾ ഒറ്റയ്ക്കായി പോയിട്ടുണ്ട് എന്നൊരു തോന്നൽ ചില സമയങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. സാമ്പത്തികമായും ഒരു പരാധീനതയൊക്കെ വന്നപ്പോൾ അപ്പോൾ ആ ഒരു അവസ്ഥയൊക്കെ മാറുന്ന ഒരു ദിനം കൂടിയായിരിക്കും നാളെ. സാമ്പത്തികമായ ഒരു മുന്നേറ്റമൊക്കെ ഉണ്ടാകുന്നതാണ്. തുണയ്ക്കായി ആരെങ്കിലുമൊക്കെ ഉണ്ട്, എനിക്കും ആളുകളൊക്കെ ഉണ്ട്, ഭഗവാൻ അല്ലെങ്കിൽ എൻ്റെ കൂടെയുണ്ട് എന്നൊക്കെയുള്ള പല വിധത്തിലുള്ള തോന്നലുകൾ ഒക്കെ ശക്തി ആർജിക്കുന്ന ഒരു ദിനം കൂടിയായിരിക്കും നാളെ. ഇതുവരെ അനുഭവിച്ച എല്ലാ കഷ്ടപ്പാടുകളും മാറി അല്ലെങ്കിൽ അതിനെ മറക്കാൻ കഴിയുന്ന ചില സന്തോഷകരമായ നിമിഷങ്ങൾ നാളത്തെ ദിവസം ഉണ്ടാകുന്നതാണ്. വിനോദയാത്രകളൊക്കെ നാളത്തെ ദിവസം വളരെയധികം നിങ്ങളുടെ മനസ്സിന് സന്തോഷവും സമാധാനവും നൽകുന്നതാണ്. അപ്പോൾ നിങ്ങൾ നാളത്തെ ദിവസം ഏത് കാര്യത്തിന് പുറത്തേക്ക് പോകുമ്പോഴും, അത് സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ, കന്യരാശിക്കാരായ ആളുകൾ എപ്പോഴും നെറ്റിയിൽ അല്പം സിന്ദൂരം അണിയാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. നാളത്തെ ദിവസം നിങ്ങൾ പുറത്ത് ഏത് കാര്യത്തിന് പോകുമ്പോൾ, മരണാനന്തര കർമ്മങ്ങൾക്ക് പോകുന്നത് ഒഴിച്ച് വേറെ ഏത് കാര്യത്തിന് പോകുമ്പോഴാകട്ടെ അല്പം സിന്ദൂരം നെറ്റിയിൽ അണിയാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ അത് ഒരു പോസിറ്റിവിറ്റി നിങ്ങൾക്കൊപ്പം ഉണ്ടാകുന്നതിനും നിങ്ങൾ പോകുന്ന പ്രവൃത്തി വിജയകരമായി പൂർത്തീകരിക്കുന്നതിനും സഹായിക്കുന്നതാണ്. അവിട്ടം, ചതയം, പൂരുരുട്ടാതി വരുന്ന കുംഭരാശിക്കാരായ ആളുകൾ യോഗയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോവുക. പ്രത്യേകിച്ച് നാളത്തെ ദിവസം അല്പം മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നതും വളരെയധികം ഉത്തമമായ ഫലത്തെ നൽകുന്നതാണ്. വളരെ പ്രയോജനമായ അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ പ്രയോജനമായ പല കാര്യങ്ങളും സംഭവിക്കുന്ന ഒരു ദിവസം തന്നെയാണ്. സന്തോഷകരമായ നാളത്തെ ദിവസം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ജീവിത പങ്കാളിയോടൊപ്പവും കുട്ടികളോടൊപ്പവും വളരെയധികം സ്നേഹത്തോടെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. പ്രണയിക്കുന്നവർക്കും അനുകൂലമായ ഒരു ദിനം തന്നെയാണ്. ഒരു ആത്മീയമായൊരു മാറ്റമൊക്കെ ഉണ്ടാകുന്നതാണ്. ചില മുതിർന്ന, അത് മതപരമായി ബന്ധപ്പെട്ട ചില മുതിർന്ന ആളുകളെയൊക്കെ കാണാനും അവരിൽ നിന്ന് ചില പ്രധാന നിർദ്ദേശങ്ങളൊക്കെ ലഭിക്കാനുമുള്ള ഭാഗ്യം നിങ്ങൾക്ക് നാളത്തെ ദിവസം വന്നു ചേരുന്നതാണ്. വളരെയധികം ഭാഗ്യ ദിനം തന്നെയാണ്. വളരെയധികം നേട്ടങ്ങൾ നാളത്തെ ദിവസം നിങ്ങൾക്ക് വന്നു ചേരുന്ന ഒരു പ്രധാനപ്പെട്ട, നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾക്ക് കാരണമാകുന്ന ഒരു ദിനം കൂടിയായിരിക്കും നാളെ ഞായറാഴ്ച. നാളെ ഏതെങ്കിലും ക്ഷേത്ര ദർശനം നടത്തുന്നെങ്കിൽ അവിടെ നിന്ന് ചില ആത്മീയമായൊരു മാറ്റം അല്ലെങ്കിൽ ചില മുതിർന്ന ആളുകളിൽ നിന്നുള്ള ചില അറിവുകൾ നിങ്ങളിലേക്കൊരു വെളിച്ചമായി മാറുന്ന ഒരു സുദിനം കൂടിയായിരിക്കും നാളത്തെ ദിനം. പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി വരുന്ന മീനം രാശിക്കാരായ ആളുകൾക്ക് നാളത്തെ ദിവസം ചില സമ്മാനങ്ങളൊക്കെ ലഭിക്കുവാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. അതും അപ്രതീക്ഷിതമായി നല്ല വിലപിടിപ്പുള്ള ഒരു സമ്മാനം ലഭിക്കാനുള്ള ഭാഗ്യമാണ്. കൂടാതെ വിവാഹ കാര്യങ്ങൾക്ക് തീരുമാനമാവുകയും വിനോദം അല്ലെങ്കിൽ ആനന്ദം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നാളത്തെ ദിവസം നിങ്ങൾക്ക് ചിലവിടേണ്ടതായി വരും. മനസ്സിൽ വളരെയധികം സന്തോഷം ഉണ്ടാകുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും നാളത്തെ ദിവസം സംഭവിക്കും. നാളത്തെ ദിവസം നിങ്ങൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ മഞ്ഞൾ കയ്യിൽ കരുതുന്നത് നല്ലതാണ്. ബാഗിലോ പേഴ്സിലോ അല്പം മഞ്ഞപ്പൊടിയായിട്ടല്ല, അല്ലാതെ ഉണക്ക മഞ്ഞളുണ്ടെങ്കിൽ അത് കയ്യിൽ കരുതുന്നത് നല്ലതായ ഒരു മാറ്റത്തെ നിങ്ങൾക്ക് പ്രദാനം ചെയ്യും. അപ്പോൾ മഞ്ഞ നിറത്തിലുള്ള എന്തെങ്കിലും വസ്തു കരുതിയാലും നല്ലതാണ്. കൂടാതെ അത് വസ്ത്രത്തിൽ എന്തെങ്കിലും മഞ്ഞ നിറമുള്ളത്, മഞ്ഞ കലർന്ന വസ്ത്രമാകാം. അതുമല്ലെങ്കിൽ ഒരു കർച്ചീഫെങ്കിലും മഞ്ഞ നിറത്തിലുള്ളത് കരുതുക. അപ്പോൾ ഉണക്ക മഞ്ഞൾ കരുതുന്നതും ഉത്തമം തന്നെയാണ്. നാളത്തെ ദിവസം സ്ത്രീകളാണെങ്കിൽ കുളിക്കുമ്പോൾ അല്പം മഞ്ഞൾ വെള്ളത്തിൽ ചാലിച്ച് ദേഹത്ത് ഒഴിക്കുന്നതും അല്ലെങ്കിൽ മുഖത്ത് അല്പം മഞ്ഞളൊക്കെ പുരട്ടുന്നതും വളരെയധികം ഭാഗ്യത്തെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നതിന് സാധിക്കും. നമ്മളാൽ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഭാഗ്യം നമ്മളിലേക്ക് എത്തിച്ചേരുന്നത്. അതാണ് ഈ മഞ്ഞൾ അല്ലെങ്കിൽ ഈ ചില നിറങ്ങളൊക്കെ നമ്മൾ കൂടെ കൊണ്ടു നടക്കുകയാണെങ്കിൽ അതിൽ നിന്ന്
പോസിറ്റീവായിട്ടുള്ളൊരു ഊർജ്ജം നമ്മളിലേക്ക് എത്തിച്ചേരുമെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നാളത്തെ ദിവസം മഞ്ഞ നിറത്തിന് പ്രാധാന്യം കൊടുക്കുക. അതുകൊണ്ടാണ് മഞ്ഞൾ കരുതുക, അല്ലെങ്കിൽ മുഖത്ത് അല്പം മഞ്ഞൾ അണിയുക, അല്ലെങ്കിൽ നെറ്റിയിൽ അല്പം മഞ്ഞൾ ക്ഷേത്രങ്ങളിൽ നിന്ന് കിട്ടുന്ന പ്രസാദം അണിയുന്നതും ഒക്കെ വളരെയധികം ഉത്തമമാണെന്ന് പറയുന്നത്. നാളത്തെ ദിവസം വളരെ ശോഭനമായ ഒരു ദിനമായിരിക്കും. സന്തോഷിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു ദിനം കൂടിയായിരിക്കും.